SSLC +2 റിസൾട്ട് വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. അവർക്കായാണ് ഈ വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. പുറത്തൊക്കെ അവർ സാധാരണ പോലെ നടക്കും, ഫോൺ നോക്കും, ചിരിക്കും, സംസാരിക്കും. പക്ഷേ അവരുടെ ഉള്ളിലൊരു ടെൻഷൻ. റിസൾട്ട് എങ്ങനെയാകും? A+ കിട്ടുമോ? വീട്ടുകാരെന്ത് പറയും? മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ ചെറുതാകുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ നിങ്ങൾക്കില്ലേ? കാരണം SSLC റിസൾട്ട് വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം, 2, 3, 4 ദിവസങ്ങൾ മാത്രം. പക്ഷേ ആ ദിവസങ്ങൾ ചില കുട്ടികൾക്ക് ഒരു വർഷം പോലെ തോന്നുന്നുണ്ടാകും. ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഈ റിസൾട്ട് എന്താണ്? A+ കിട്ടിയാൽ മാത്രം വിജയിയാകില്ല. A+ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഒരാളുടെ ജീവിതം അവസാനിക്കുകയുമില്ല. A+ കിട്ടാത്തവൻ പരാജയപ്പെടുകയുമില്ല. കാരണം ജീവിതം ഒരു പരീക്ഷയുടെ പേരല്ല. ഇനി +1 ഉണ്ട്, +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്, അങ്ങനെ പല ക്ലാസ്സുകളും നിങ്ങൾ പഠിച്ചു പോവേണ്ടതുണ്ട്. ജോലിയുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഇനിയും വലിയ വലിയ ജീവിതം മുന്നിലുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കും, ഞാൻ നന്നായി എഴുതിയെന്ന്. ചില കുട്ടികൾ പേടിച്ചിരിക്കാം, എനിക്ക് കിട്ടുമോ എന്ന്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, പഠിച്ചിട്ട് മാർക്ക് കുറയുന്ന കുട്ടികളുണ്ട്. ടെൻഷൻ കാരണം എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾക്കിടയിൽ പഠിച്ച കുട്ടികളുണ്ട്. രാത്രി കരഞ്ഞിട്ട് രാവിലെ പരീക്ഷ എഴുതാൻ പോയ കുട്ടികളുണ്ട്. ഈ ലോകം ഒരുപോലെയല്ല. ഈ ലോകത്തിലുള്ളവരെല്ലാം ഒരേപോലെയായാൽ ലോകത്തിനൊരു സൗന്ദര്യമില്ലല്ലോ. എല്ലാവരും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ എല്ലാവരുടെ റിസൾട്ടും വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഒരു റിസൾട്ട് കണ്ടിട്ട് സ്വന്തം ജീവിതത്തെ വെറുക്കരുത്. മാതാപിതാക്കളോടും ഒരു വാക്ക് എനിക്കുണ്ട് പറയാൻ. ദയവായി നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുമായി നിങ്ങൾ താരതമ്യം ചെയ്യല്ലേ. അവൻ്റെ മകന് എല്ലാം A+ കിട്ടി, ഇവൾക്ക് ഇത്ര മാർക്കേ ഉള്ളൂ. ഇങ്ങനെ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ കുട്ടിയുടെ മനസ്സ് തകർക്കാം. ഇപ്പോൾ അവർക്ക് വേണ്ടത്, ഏറ്റവും ആവശ്യം, അവരെ ഒന്ന് ചേർത്ത് പിടിക്കലാണ്. പ്രഷറല്ല, നിനക്കാകും മോളെ, നിനക്കാകും മോനെ എന്നൊരു വാക്കാണ്. നമുക്ക് ഇനിയും ശ്രമിക്കാം എന്നൊരു ചേർത്ത് പിടുത്തമാണ്. ഇനി റിസൾട്ട് വന്ന ശേഷം എന്ത് കോഴ്സ് എടുക്കണം എന്ന ചിന്തയും നിങ്ങൾക്ക് വരാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എല്ലാവരും പോകുന്ന വഴിയിലേക്കല്ല പോകേണ്ടത്. എല്ലാവരും സയൻസ് എടുത്തു, ഞാനും സയൻസ് എടുക്കാം എന്ന് പറഞ്ഞ് നിങ്ങളും അതേ കോഴ്സ് എടുക്കാൻ ശ്രമിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, നിങ്ങളുടെ കഴിവിനൊത്തത്, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും ആത്മാർത്ഥമായി പഠിച്ചാൽ ഏത് മേഖലയിലും ഉയരാം. ജീവിതത്തിൽ വേണ്ടത് താരതമ്യമല്ല, ലക്ഷ്യമാണ്. എവറസ്റ്റ് കയറിയവർ ഒരുപാട് പേരുണ്ട്. എല്ലാവരും എവറസ്റ്റ് കയറിയത് ഒരേ വഴിയിലൂടെയാണോ? ജീവിതത്തിൽ വേണ്ടത് താരതമ്യമല്ല, ഒരു ലക്ഷ്യമാണ്. മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്, സ്വന്തം ജീവിതം നല്ലതാക്കാനാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ റിസൾട്ട് കാത്തിരിക്കുന്ന ഓരോ കുട്ടിയോടും എനിക്ക് പറയാനുള്ളത്, ഭയപ്പെടേണ്ട. ഈ 5-6 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് വരാം. എന്നാൽ ഈ 4-5 ദിവസങ്ങൾ നിങ്ങളെ തകർക്കാൻ നിങ്ങൾ അനുവദിക്കല്ലേ. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ദിവസം ഫലം തരും, ഒരു ദിവസം ഫലം കിട്ടും. ഇന്ന് നിങ്ങളെ ആരെങ്കിലും ചെറുതാക്കി കണ്ടാൽ പോലും വിട്ടേക്കൂ. നാളെ അതേ ആളുകൾ നിങ്ങളെ നോക്കി അഭിമാനിക്കും. കാരണം വിജയം എന്നത് ആദ്യ ശ്രമത്തിൽ ജയിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതല്ല. വീണിട്ടും വീണ്ടും എഴുന്നേൽക്കുന്നവർക്കാണ് ഏറ്റവും വലിയ വിജയം ലഭിക്കുന്നത്. അതുകൊണ്ട് റിസൾട്ട് എന്തായാലും തല ഉയർത്തി നിൽക്ക്. കരയണ്ട, ഭയപ്പെടേണ്ട, സ്വയം നീ വെറുക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇനിയും വിജയങ്ങളും തോൽവികളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോവാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം ഇപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് മാത്രം ചിന്തിക്കൂ. SSLC റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ.